1923 നവംബറിൽ ജപ്പാനിലെ ഒരു കർഷകന്റെ കളപ്പുരയിലാണ് ഹച്ചിക്കോ എന്ന നായ ജനിക്കുന്നത്. 1924 ടോക്കിയോ ഇംപീരിയൽ യൂണിവേഴ്സിറ്റിയിലെ കാർഷിക വിഭാഗത്തിൽ പഠിപ്പിച്ച പ്രൊഫസർ ഹിഡ്സാബുറോ യൂനോ അവനെ സ്വന്തമാക്കി. എല്ലാ ദിവസവും രാവിലെ ഹച്ചിക്കോ യൂനോയ്ക്കൊപ്പം ഷിബുയ സ്റ്റേഷനിലേക്ക് പോകും. ജോലിക്ക് പോകുന്ന യജമാനനെ യാത്ര അയച്ചതിനു ശേഷം മാത്രമേ ഹച്ചിക്കോ വീട്ടിലേക്ക് മടങ്ങാറുള്ളൂ. മഴയോ മഞ്ഞുവീഴ്ചയോ അവനെ അതിൽ നിന്ന് പിന്തിരിപ്പിച്ചില്ല. വൈകിട്ട് ജോലി കഴിഞ്ഞെത്തുന്ന യജമാനനെ സ്വീകരിക്കാൻ അവൻ ആ സ്റ്റേഷനിൽ കാത്തിരിക്കുന്നുണ്ടാവും. അവരുടെ ഈ പതിവ് വർഷങ്ങളോളം തുടർന്നു. അവർക്കിടയിൽ അവിശ്വസനീയമായ അചഞ്ചലമായ ഒരു ബന്ധം വളരുകയായിരുന്നു, മരണത്തിന് പോലും തകർക്കാനാവാത്ത നിലയിൽ. 1925 മെയ് 21 വളരെ ദുഃഖകരമായ ഒന്ന് അവരുടെ ജീവിതത്തിൽ സംഭവിച്ചു. ഹച്ചിക്കോ പതിവ് പോലെ തന്റെ യജമാനന്റെ കൂടെ കാലത്ത് സ്റ്റേഷനിലേക്ക് പോയി. അവരുടെ അവസാനത്തെ കൂടിക്കാഴ്ചയാണെന്നറിയാതെ അവൻ പതിവ് പോലെ ട്രെയിനിൽ കയറുന്ന യജമാനനെ നോക്കിയിരുന്നു. യജമാനൻ കണ്ണിൽ നിന്നും മറയുന്നതുവരെ അവൻ അവിടെ തന്നെ നിന്നു. അവന് നേരെ കൈകൾ വീശിക്കൊണ്ട് യാത്രയായ അദ്ദേഹം പിന്നെ മടങ്ങി വന്നില്ല. യൂണിവേഴ്സിറ്റിയിൽ തന്റെ വിദ്യാർത്ഥികൾക്ക് മുന്നിൽ പ്രഭാഷണം നടത്തുന്നതിനിടെ 53-കാരനായ പ്രൊഫസർ യൂനോ ഹൃദയാഘാതത്തെ തുടർന്ന് മരണപ്പെടുകയായിരുന്നു. പക്ഷേ ഇതൊന്നും അറിയാതെ വൈകുന്നേരം 3 മണിക്ക് ഹച്ചിക്കോ യജമാനനെ കാണാനായി സ്റ്റേഷനിൽ വന്നു. പക്ഷെ അവന്റെ പ്രിയപ്പെട്ട യജമാനൻ ട്രെയിനിൽ നിന്നിറങ്ങിയില്ല. അവനെ കുറച്ചൊന്നുമല്ല ഇത് നിരാശപ്പെടുത്തിയത്. എന്നാലും യൂനോ അവിടെ ഉണ്ടാകുമെന്ന പ്രതീക്ഷയിൽ ഹച്ചിക്കോ അടുത്ത ദിവസം അതേസമയം റെയിൽവേ സ്റ്റേഷനിലേക്ക് മടങ്ങി. പക്ഷേ പ്രൊഫസർ അന്നും മടങ്ങി വന്നില്ല. കുടുംബത്തിന്റെ വരുമാനം കൂടി നിലച്ചതോടെ ഹച്ചിക്കോയെപ്പോലൊരു വലിയ നായയെ സംരക്ഷിക്കാനുള്ള സാമ്പത്തികമില്ലാതിരുന്ന യൂനോയുടെ ഭാര്യ യെയ്ക്കോ അവന് ദൂരെയുള്ളൊരു ബന്ധുവിനെ ഏൽപ്പിച്ചു. എന്നിട്ടും ഹച്ചിക്കോ തന്റെ യജമാനനെ അന്വേഷിച്ച് പതിവായി അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് അത്രയും ദൂരത്ത് നിന്ന് ഓടി വരുമായിരുന്നു. ഗേറ്റിനടുത്തു വന്ന് ഹച്ചിക്കോ നിർത്താതെ കുരയ്ക്കും. മുമ്പ് പ്രൊഫസറുടെ കൂടെ ജോലി ചെയ്തിരുന്ന ആ തോട്ടക്കാരന് വർഷങ്ങളോളം ഹച്ചിക്കോയെ അറിയാമായിരുന്നതിനാൽ അവനെ വീട്ടിനകത്തേക്ക് കടത്തിവിടുമായിരുന്നു. ആ വീട് മുഴുവൻ തന്റെ യജമാനനെ അന്വേഷിച്ച് ഹച്ചിക്കോ നടക്കും. സത്യത്തിൽ ഹച്ചിക്കോ തന്റെ ജീവിതകാലം മുഴുവൻ യൂനോയെ തിരഞ്ഞു നടന്നു. എല്ലാ ദിവസവും രാവിലെ അവൻ സ്റ്റേഷനിലേക്ക് പോകും. ഒരുപാട് നേരം കാത്തിരുന്ന് യജമാനനെ കാണാതെ മടങ്ങും. വൈകുന്നേരവും അവൻ ഇത് തന്നെ ആവർത്തിക്കും. എന്നാൽ യൂനോ ഒരിക്കലും തിരിച്ചെത്തിയില്ല. ഹച്ചിക്കോ പക്ഷേ പ്രതീക്ഷ കൈവിടാതെ ഏതെങ്കിലും ഒരു ദിവസം തന്നെ കാണാനായി തന്റെ യജമാനൻ വരുമെന്ന പ്രതീക്ഷയിൽ ഓരോ ദിവസവും അവിടെ വന്നു. ദിവസങ്ങൾ ആഴ്ചകളായി, മാസങ്ങളായി, പിന്നീട് വർഷങ്ങളായി മാറി. എന്നിട്ടും ഹച്ചിക്കോ ഓരോ ദിവസവും സ്റ്റേഷനിൽ യജമാനനായുള്ള കാത്തിരിപ്പ് തുടർന്നു. അവന്റെ പതിവായുള്ള ഈ വരവ് താമസിയാതെ മറ്റ് യാത്രക്കാർ ശ്രദ്ധിച്ചു തുടങ്ങി. സ്റ്റേഷനിലെ ജോലിക്കാർ അവനെ ഉപദ്രവിക്കാൻ തുടങ്ങി. അവർ അവന്റെ മുഖത്ത് ചായമടിക്കുകയും മീശ വരയ്ക്കുകയും ചെയ്തു. കുട്ടികൾ അവനെ പരിഹസിക്കുകയും ചുറ്റിലും നടന്ന് ശല്യപ്പെടുത്തുകയും ചെയ്തു. അവൻ തിരിച്ചു വരാതിരിക്കാൻ ജീവനക്കാർ അവന്റെ മേൽ ചൂടുവെള്ളം പോലും കോരിയൊഴിച്ചു. അവനെ ഒരു ശല്യമായിട്ടാണ് എല്ലാവരും കണ്ടത്. ആർക്കും വേണ്ടാതെ ഉപേക്ഷിക്കപ്പെട്ട ഒരു മൃഗം. എന്നാൽ യൂനോയുടെ വിദ്യാർത്ഥികളിൽ ഒരാളായ ഹിരോകിച്ചി സൈറ്റോ ഹച്ചിക്കോയെ തിരിച്ചറിഞ്ഞു. മറ്റുള്ളവർ അവനെ ഉപദ്രവിക്കാതിരിക്കാനായി ഒരു പത്രത്തിൽ ഹച്ചിക്കോയുടെ കഥ അവൻ പ്രസിദ്ധീകരിച്ചു. ആ പ്രസിദ്ധീകരണത്തിലൂടെയാണ് ഹച്ചിക്കോയുടെ കഥ പുറം ലോകം അറിയുന്നത്. പാവപ്പെട്ട വൃദ്ധനായ നായയുടെ കഥ. മരിച്ച ഉടമയ്ക്കായി 7 വർഷത്തോളമായി ക്ഷമയോടെ അവൻ കാത്തിരിക്കുന്നു. ഇത് വായിക്കാൻ തുടങ്ങിയ ആളുകൾ അവന്റെ നന്മയെ തിരിച്ചറിഞ്ഞു. അവനെ ഓമനിച്ചു, ഭക്ഷണം നൽകി. താമസിയാതെ രാജ്യത്തിന്റെ നാനാഭാഗത്തു നിന്നും ആളുകൾ ഹച്ചിക്കോയെ കാണാൻ വന്നു തുടങ്ങി. അവർ വിശ്വസ്തതയുടെ പ്രതീകമായ അവനെ ഓമനിക്കുകയും സ്നേഹിക്കുകയും ചെയ്തു. അവൻ പതിയെ വാർദ്ധക്യത്തിലേക്കടുത്തു. സന്ധിവേദനയും വാദവും ഹച്ചിക്കോയെ കഷ്ടപ്പെടുത്തി തുടങ്ങി. പക്ഷേ ആ വേദനയുടെ ഇടയിലും അവൻ തന്റെ ദിനചര്യ മുടക്കിയില്ല. യജമാനന്റെ മരണത്തിന് 1 പതിറ്റാണ്ടിന് ശേഷവും ആ വേദനയുള്ള കാലുകൾ വച്ച് ഒരുപാട് ദൂരം നടന്ന് എല്ലാ ദിവസവും ഹച്ചിക്കോ ആ സ്റ്റേഷനിലെത്തി. അങ്ങനെ 1935 തന്റെ 10 വർഷത്തെ കാത്തിരിപ്പ് അവസാനിപ്പിച്ച് അവൻ യജമാനന്റെ അടുത്തേക്ക് മടങ്ങി. ഹച്ചിക്കോയുടെ മരണം ദേശീയ മാധ്യമങ്ങൾ തലക്കെട്ടുകളാക്കി. പ്രൊഫസർ യൂനോയുടെ ശവക്കല്ലറക്കടുത്ത് തന്നെ ഹച്ചിക്കോയുടെ ചിതാഭസ്മം സ്ഥാപിച്ചു. അങ്ങനെ അവർ മരണശേഷം വീണ്ടും ഒരുമിച്ചു. ജപ്പാന്റെ നൊമ്പരമായ ഹച്ചിക്കോ ഇന്നും സ്നേഹത്തിന്റെയും വിശ്വാസത്തിന്റെയും പ്രതീകമായി ജനഹൃദയങ്ങളിൽ നിലകൊള്ളുന്നു. സൂപ്പർ ഹിറ്റ്സ് റെഡ് FM. കേൾക്കൂ കേൾക്കൂ, കേട്ടുകൊണ്ടേയിരിക്കൂ.